നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ക്രൈസ്തവർക്ക് മാത്രമല്ല അക്രൈസ്തവർക്കും പരിചിതമായ വാക്യമാണിത്. പലരും ഇതിനെ കർത്തൃപ്രാർത്ഥന, അതായത് കർത്താവിന്റെ പ്രാർത്ഥന എന്നാണ് പറയാറ്. പക്ഷേ കർത്താവിന്റെ പ്രാർത്ഥനയല്ല ഇത്. കർത്താവ് ദൈവമക്കൾക്ക് നൽകിയ പ്രാർത്ഥനയുടെ മോഡൽ മാത്രമാണ്. യഹൂദരായ കപടഭക്തിക്കാരെ പോലെ മനുഷ്യർ കാണേണ്ടതിന് ഉള്ള കപട പ്രാർത്ഥന ചെയ്യരുതെന്നും പല പ്രജാതികളും ചെയ്യുന്നത് പോലെ പ്രാർത്ഥന മനഃപ്പാടമാക്കി ഉരുവിടരുതെന്നും പറഞ്ഞ ശേഷം യേശു പ്രാർത്ഥനയുടെ ഒരു മോഡൽ നൽകിയതാണിത്. ഇത് പ്രാർത്ഥിക്കാനല്ല, ഇവണ്ണം പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. ഏതു നേരത്തും ചിലരുടെ പ്രാർത്ഥന ഇത് മനഃപ്പാടമാക്കി ഉരുവിടുന്നതാണ്. യേശു പറഞ്ഞല്ലോ, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, നിങ്ങൾ മനഃപ്പാടം പഠിച്ചുരുവിടരുത്. അതുകൊണ്ട് അത് പ്രാർത്ഥനയാകുന്നില്ല. അതുകൊണ്ട് ഹൃദയ സമയം കളയാവുന്നേ ഉള്ളൂ, ഒരു ഫലവും ഉണ്ടാകത്തില്ല. എന്നാൽ ഈ പ്രാർത്ഥനയുടെ മാതൃകയിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യേണ്ടതാണ് ആവശ്യം. വാസ്തവത്തിൽ ഇത് പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കമാണ്. കൂടുതലും ഇതിനകത്ത് ഒരുക്കമാണ്. ഏതൊരു ആത്മീയ ശുശ്രൂഷയ്ക്കും ആ ശുശ്രൂഷയൊക്കെ വലുത് അതിന്റെ ഒരുക്കമാണ്. അതായത് രക്ഷിക്കപ്പെടുവാൻ, അതായത് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുക എന്നുള്ളതല്ല. ഒന്നാമത് പാപത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നമുക്ക് പാപത്തോട് വെറുപ്പ് തോന്നണം. മനഃപൂർവ്വമായി പാപങ്ങൾ ഉപേക്ഷിക്കണം. എന്നിട്ട് വേണം യേശുവേ എന്നെ രക്ഷിക്കണമെന്ന് പറയാൻ. അല്ലാതെ ഞാൻ പാപവും ചെയ്യും, ഞാൻ വീടിയും വലിക്കും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കള്ളും കുടിക്കും, ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില പാപമൊക്കെ ചെയ്യും, എന്നാൽ ഞാൻ ദൈവത്തെ വിളിക്കുകയും ചെയ്യും. അതല്ല. എഫേസോസിലെ മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ടപ്പോൾ മന്ത്രവാദ പുസ്തകങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അത് അവർക്ക് വിറ്റാ പൈസ കിട്ടും. പക്ഷെ ആ പൈസ വേണ്ട. കാരണം അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതാണ്, മറ്റുള്ളവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്. അതുകൊണ്ട് ആ മറ്റുള്ളവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന കാര്യത്തിന്റെ പൈസ വേണ്ട. ഒരു ചുട്ടുകളഞ്ഞു. അതാണ് ശരിയായ മാനസാന്തരം. അപ്പൊ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ട ഒരുക്കം എന്ന് പറയുന്ന ഒന്നാമത്തേത് പാപത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. സ്നാനത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത്, അതായത് യോഹന്നാൻ ശാപന്റെ അടുക്കൽ ആളുകൾ സ്നാനപ്പെടാൻ വന്ന ചിലരോട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞ സർപ്പസന്തതികളെ എന്നാണ്. കാരണം അവര് പാപത്തെ ശരിയായിട്ട് ഉപേക്ഷിച്ച് ദൈവത്തെ ശരിയായി രക്ഷകനായി സ്വീകരിച്ചിട്ടായിരുന്നില്ല അവർ സ്നാനപ്പെടുവാനായിട്ട് വന്നത്. അപ്പോൾ പാപത്തെ ഉപേക്ഷിക്കണം, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം, അത് ഏറ്റുപറയണം. അതിനുശേഷമാണ് സ്നാനപ്പെടേണ്ടത്. അതുപോലെ തിരുവത്താഴം തീർച്ചയായിട്ടും തന്നെത്താൻ ശോധന ചെയ്തിട്ട് ഞാൻ ഈ തിരുമേശയോട് ബന്ധപ്പെടാൻ യോഗ്യനാണോ, ആത്മപരിശോധന ചെയ്ത് തൻ്റെ ജീവിതത്തിൽ വല്ല കുറവുണ്ട് അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വേണം. രണ്ടാമത് സഹോദരന്മാരോട് ആരോടും എന്തെങ്കിലും ഭാരവും എന്തെങ്കിലും ഒരു പകയുമുണ്ടോ എന്ന് ശോധന ചെയ്ത് അതിനെ ഉപേക്ഷിച്ചിട്ട് സഹോദരന്മാരുമായിട്ട് ഹൃദ്യമായ ഒരു ബന്ധം പുലർത്തിയിട്ട് വേണം അപ്പത്തിൽ നിന്ന് പങ്കെടുക്കാൻ. കാരണം ഒരപ്പം എല്ലാവർക്കും വേണ്ടി ഒരപ്പമാണ്, എല്ലാവർക്കും വേണ്ടി ഒരു പാത്രം വീഞ്ഞാണ്. അപ്പൊ ഞങ്ങൾ ഒരു കുടുംബമാണ് എന്നാണ് അതുകൊണ്ട് കാണിക്കുന്നത്. അതുപോലെ സുവിശേഷവേല മറ്റുള്ളവർ ഉപദേശിക്കാനായിട്ട് പോകുമ്പോൾ തന്നെത്താൻ ഉപദേശിച്ചിട്ട് വേണം. പ്രത്യേകിച്ച് തന്റെ കുടുംബത്തിൽ അത് നടപ്പാക്കിയിട്ട് വേണം പൊതുജനത്തോട് ഇത് പറയാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ആത്മീയ ശുശ്രൂഷയുടെയും വിജയം എന്ന് പറയുന്ന ഒരുക്കമാണ്.
അല്ലെങ്കിൽ ഒരുക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ എന്താണ് ഒരുക്കം? ഒന്നാമത്തെ ഒരുക്കം സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. ചില ആളുകള് യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. യേശുവേ, യേശു അപ്പച്ച, യേശു കർത്താവേ, യേശു ദൈവമാണ് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. പക്ഷെ ആ യേശുവാണ് നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു വേണം പ്രാർത്ഥിക്കാൻ. ചില ആളുകൾ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ, പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവേ. ചിലർക്ക് നാക്കെടുത്ത് വലത്തോട്ട് വളച്ചാൽ പരിശുദ്ധാത്മാവേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ, അങ്ങനെയാണ് റോമാലേഖനം 8:26 വായിക്കുന്നത്, വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിഞ്ഞുകൂടാ, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കള നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ യേശുവിന്റെ നാമത്തിൽ, പുത്രന്റെ നാമത്തിൽ പിതാവിനോട്, എന്താ ഈ പുത്രന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ, നിന്റെ പുത്രൻ ഞങ്ങളെ രക്ഷിക്കാൻ ഭൂമിയിൽ വന്ന് ഞങ്ങളുടെ നരകമേറ്റ് മരിച്ച രക്ഷാമാർഗമൊരുക്കി ഞങ്ങളുടെ ശാപവൻ ഏറ്റെടുത്തു, അതുകൊണ്ട് അനുഗ്രഹം തരാൻ മാർഗമൊരുക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് രോഗസൗഖ്യം വേണം, അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പരീക്ഷ വിജയം വേണം, അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഉപജീവന മാർഗം വേണം, അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു ജോലി വേണം, അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വീട് വേണം. കാരണം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതോട് സൗലവും നൽകാതിരിക്കുമോ എന്നൊരു വാക്യമുണ്ട്. അപ്പോൾ പിതാവിനോട് പുത്രന്റെ നാമത്തിൽ, പുത്രൻ എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നുവോ അതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ വേണം പ്രാർത്ഥിക്കാനായിട്ട്. അല്ലാതെ യേശുവേ യേശുവേ എന്നുള്ള വിളിയല്ല വേണ്ടത്, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള വിളിയല്ല വേണ്ടത്. പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് യേശു ദൈവമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പരിശുദ്ധാത്മാവ് ദൈവമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ത്രിയേക ദൈവം, ഏകദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ പിതാവിന്റെ ശുശ്രൂഷയ്ക്കും പുത്രന്റെ ശുശ്രൂഷയ്ക്കും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയ്ക്കും വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. യേശു പഠിപ്പിച്ചു, പിതാവേ എന്ന് വിളിച്ച് വേണം പ്രാർത്ഥിക്കാൻ. പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ആ പിതാവിന്റെ മക്കളായി തീരണം. അതൊരുക്കുമല്ലേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്കും ദൈവമക്കളാകും ദൈവം അധികാരം നൽകി. അതുകൊണ്ട് ഈ പ്രാർത്ഥന ദൈവമക്കൾക്കുള്ളതാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ യേശുവിനെ കൈക്കൊണ്ട് ദൈവമക്കളായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ ഒരുക്കം എന്ന് പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അതൊരുക്കമല്ലേ? കർത്താവ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കാഞ്ഞാൽ ദൈവം ക്ഷമിക്കത്തില്ല, നിങ്ങൾ ക്ഷമിച്ചിട്ട് വേണം. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോട്, ഞങ്ങളെ, ഞങ്ങൾക്ക് എന്നല്ലാതെ എനിക്ക്, എന്നോട്, എന്നെ, ഞാൻ, അങ്ങനെ ഏകവചനത്തിലുള്ള പ്രയോഗമില്ല. അപ്പോൾ ഈ ഞങ്ങളുടെ എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണ്, ആരെ വഹിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രാദേശിക സഭയെ ആണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവദാസന്മാരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് പറഞ്ഞിട്ടുള്ള എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം, ദൈവവേലകളെ ഓർത്ത് പ്രാർത്ഥിക്കാം, ദരിദ്രരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഭരണാധികാരികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കടപ്പാടുണ്ട്. ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ പ്രധാനമായിട്ട് നമ്മളെ കർത്താവ് ഉൾപ്പെടുത്തിയിട്ടുള്ള ആ പ്രാദേശിക സഭയിലെ അംഗങ്ങളെയാണ് ഇവിടെ സ്വർഗസ്ഥനായ ഞങ്ങൾക്ക്, ഞങ്ങളോട് എന്നുള്ളത് കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളത് ലോകത്തെമ്പാടുമുള്ള ദൈവമക്കളുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അമേരിക്കയിലുള്ളവർ അങ്ങനെയാണോ, ചൈനയിലുള്ളവർ അങ്ങനെയാണോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ സ്ഥലം സഭയിൽ ഉള്ള ആളുകൾക്ക് തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ആരും തമ്മിലില്ല എന്ന് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള ഒരു ഒരുക്കം ആ കാര്യത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരുക്കമാണ് പ്രധാനം. രണ്ടാമത്തെ ഭാഗം, നിന്റെ നാമം വിശദീകരിക്കപ്പെടണം. നാമം എന്നാൽ ദൈവത്വം എന്നാണ് എന്ന് ഞാൻ പറഞ്ഞു. വിശുദ്ധീകരിക്കുക എന്നാൽ വേർപെട്ടിരിക്കുക, അല്ലെ വ്യത്യസ്തമായിരിക്കുക എന്നാണ്. യെശയ്യാപ്രവചനം 29:23
അവർ എൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കുമെന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളിലൂടെ നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണം. നിന്റെ നാമം മറ്റ് സങ്കല്പ ദൈവങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ട ആളുകൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കണം. തുടർന്ന് നിന്റെ രാജ്യം വരണം. ഞങ്ങളുടെ സഭയിൽ നിന്റെ ഭരണം നടക്കാനിടയാകണം. അക്ഷരാർത്ഥത്തിൽ ദൈവരാജ്യം കർത്താവെ നീ സ്ഥാപിക്കണം. രണ്ടാമത് ആവശ്യങ്ങൾക്കുള്ള പ്രാർത്ഥനയാണ്. അവിടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്നാണ് മലയാളം, ഇംഗ്ലീഷ് ബൈബിളുകളിൽ പല തർജ്ജമയിലും ഉള്ളത്. അതൊരു തർജ്ജമ പെശകാണ്. കർത്താവ് ആഹാരം എന്നല്ല ഉദ്ദേശിച്ചത്, അപ്പം എന്നാണ്. ആഹാരം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. പക്ഷേ കർത്താവ് ഉദ്ദേശിച്ചത് ഗീവ് us our ഡെയിലി ബ്രെഡ് എന്നാണ്, നോട്ട് ഡെയിലി ഫുഡ്. ഞങ്ങൾക്ക് ദിനംപ്രതി അല്ല ഇന്ന് ഭക്ഷണം തരണമെന്നല്ല, അപ്പം തരണമെന്നാണ്. അപ്പൊ രണ്ടും ഒന്നല്ലേ എന്ന് ചോദിച്ചേക്കാം. അല്ല, അപ്പം എന്നതിന് വളരെ അർത്ഥതലങ്ങളുണ്ട്. രോഗസൗഖ്യത്തിന്റെ പേര് പോലും അപ്പം എന്നാണ്. കാരണം കനാന്യ സ്ത്രീയുടെ കുഞ്ഞിന് ഭൂതബാധയിൽ നിന്ന് വിടുതലുണ്ടാകാൻ വന്ന യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ യേശു പറയുന്നത് മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ലെന്നാണ്. അപ്പൊ രോഗസൗഖ്യത്തിന്റെ പേര് അപ്പം എന്നാണ്. പിന്നെ വേലയും കൂലിയും. കാരണം വേലക്കാരൻ തൻ്റെ അപ്പത്തിന് യോഗ്യനാണ് എന്ന് ഒരു സുവിശേഷങ്ങളിൽ, വേറെ സുവിശേഷത്തിലുള്ളത് കൂലിക്ക് യോഗ്യനാണ്. അപ്പൊ അപ്പം എന്ന് പറഞ്ഞാൽ കൂലി എന്നാണ്, വേലയും കൂലി, ഉപജീവന മാർഗം എന്നാണ്. പിന്നെ അപ്പം ദൈവവചനത്തിന് അപ്പം എന്ന് പേരുണ്ട്. സുവിശേഷ വേല, എന്നെ അയച്ച പിതാവിന്റെ പ്രവൃത്തി പകലോളത്തോളം തയ്ക്കുന്നതാണ് എൻ്റെ അപ്പം എന്ന് യേശു പറഞ്ഞു. സുവിശേഷ വേല അപ്പമാണ്. അതുപോലെ നമ്മുടെ സമ്പാദ്യങ്ങൾ അപ്പമാണ്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക എന്നാണ് യേശു പറഞ്ഞത്. എന്തിന്? ആരാധന, അതപ്പമാണ്. അപ്പം നുറുക്കാൻ കൂടി വന്നപ്പോൾ എന്നാണ്. അപ്പൊ ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ തിരുവത്താഴം ഇല്ലാതെ ഒരു ആരാധന അത് കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അപ്പം എന്നുള്ളതിന് വിപുലമായ അർത്ഥമുണ്ട്. യേശു അതാണ് പറഞ്ഞത്. അതിൽ സുവിശേഷ വേലയുണ്ട്, ആരാധനയുണ്ട്, ഉപജീവന മാർഗമുണ്ട്, അതിൽ രോഗസൗഖ്യമുണ്ട്, ദൈവവചനമുണ്ട്. ഇതെല്ലാം ഈ അപ്പത്തിനകത്തുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അവസാനം രാജ്യവും ശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാണ്. ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിനക്ക് മഹത്വം ഉണ്ടാകണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് മുൻ പറഞ്ഞതുപോലെയുള്ള രഹസ്യമായ പ്രാർത്ഥന, അല്ലെങ്കിൽ രഹസ്യമായ പക്ഷപാത പ്രാർത്ഥന, തനിക്കും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കുറെ യാചന മാത്രമല്ല. പ്രാർത്ഥനയ്ക്കകത്ത് സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്, പക്ഷപാതമുണ്ട്, പിന്നെ സ്തോത്രമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യേശു അതിന് മാതൃക കാണിച്ചിരിക്കുന്നു. ഈ നിലയിൽ നമ്മുടെ പ്രാർത്ഥന വ്യത്യാസപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.